ഇൻഫോർമൽ ലെറ്ററിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ വ്യത്യാസം ഫ്രം ഡേറ്റ് ടു സബ്ജക്റ്റ് ഒന്നും വേണ്ട, സബ്ജക്റ്റ് വേണ്ട ഫസ്റ്റ് കാര്യം. പിന്നെ 3 പാരഗ്രാഫ് നിർബന്ധമില്ല, 2 പാരഗ്രാഫ് മതി. ഒരു മെയിൻ പാരഗ്രാഫ്, ഒരു കൺക്ലൂഷൻ പാരഗ്രാഫും. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എഴുതുന്നത് അവർ നോക്കില്ല, ഇപ്രാവശ്യം അപ്പുക്കുട്ട 3 പാരഗ്രാഫ് ഇല്ല, ഞാൻ ഇവന്റെ ലെറ്റർ വായിക്കില്ല, എന്നെ അപമാനിക്കുകയാണല്ലോ, ഞാൻ അവൻ്റെ അച്ഛനാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ, അങ്ങനെയൊന്നും ആരും പറയാൻ പോകുന്നില്ല. ലെറ്റർ എഴുതുന്നത് തന്നെ വലിയ സംഭവമാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രം അഡ്രസ്സ് വേണം. ഫ്രം എന്നൊന്നും എഴുതി വെക്കല്ലേ, ഫ്രം അഡ്രസ്സ് വേണം. അതിലെന്താ, എന്തെങ്കിലും അഡ്രസ്സ് എഴുതി വെക്കുക. അത് പിന്നെന്താണ് വേണ്ടത്, ഡേറ്റ് കൊടുക്കുക. ഫ്രം ഡേറ്റ്, നമ്മുടെ മറ്റേതെന്തായിരുന്നു 2 ഉണ്ടായിരുന്നു, ഇവിടെ 2 ഇല്ല അല്ലേ, 2 ഇല്ല. പിന്നെന്താണ് വേണ്ടത്, ഫ്രം ഡേറ്റ്. സബ്ജക്റ്റ് വേണോ, നിങ്ങൾ ഫ്രണ്ടിന് സബ്ജക്റ്റ് അറിഞ്ഞാലേ ലെറ്റർ വായിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ല, അത് വേണ്ട, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്താ, എഡിറ്ററിനെ വലിയ സംഭവത്തിനല്ല എഴുതുന്നത്, നിങ്ങളുടെ സ്വന്തം ഫ്രണ്ട് അല്ലേ, നിങ്ങളുടെ റിലേറ്റീവിനാ. അവർ പറയില്ല, ഓ സബ്ജക്റ്റ് ഇല്ല, ഇവൻ എന്നോട് റെസ്പെക്ട് ഇല്ല, ഇവന്റെ ലെറ്റർ വായിക്കുന്ന ആരും പറയില്ല. അങ്ങനെ ആലോചിക്കുക. ഫ്രം ഡേറ്റ്, ഡേറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ ഡേറ്റ് ഒക്കെ ഒരു ഫോർമാലിറ്റി ഇരിക്കട്ടെ. പിന്നെന്താണ്, ഡിയർ അച്ഛാ, ഡിയർ മഹാദേവൻ സാറേ, എന്താണെന്ന് വെച്ചാൽ ഡിയർ അലൻ സാർ, നിങ്ങൾ എനിക്ക് എഴുതാണ് ഇൻഫോർമൽ ലെറ്റർ ഒക്കെ മതി കേട്ടോ, ഇഷ്ടമുള്ള ഫോർമാറ്റ് ഉപയോഗിച്ചോ. പക്ഷെ എക്സാം ആയിട്ട് നമുക്കിപ്പോൾ ഇൻഫോർമൽ ഡിയർ എന്താണ്, ഡിയർ അപ്പുക്കുട്ടൻ, ഡിയർ അമ്മുക്കുട്ടീനെ എഴുതി വെക്കുക. പിന്നെന്താണ് വേണ്ടത്, മെയിൻ ബോഡി. ചാടിക്കറി കാര്യത്തിലേക്ക് കടന്നോ, ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ, ഐ ഹാവൻറ്റ് ഹേർഡ് ഫ്രം ഇൻ എ ലോങ് ടൈം ഫ്രം യു എന്നൊക്കെ എഴുതിയിട്ട് തുടങ്ങുക. കാര്യങ്ങളിലേക്ക് കിടക്കുക, മെയിൻ ബോഡി എഴുതുക. കഥ നമ്മൾ എന്താ പറയാൻ പോയത് അത് എഴുതുക. പിന്നെ I haven't heard from you in a long time. Hope to see you spoon എന്നൊക്കെ, സ്പൂൺ അല്ല, hope to see you soon എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെന്താ, അമ്മേനെയും അച്ഛനെയും പറ്റിയിട്ടോ അല്ല നിങ്ങളുടെ റിലേറ്റീവ്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് നൈസായിട്ട് യോഴ്സ് ട്രൂലി അവർ യോഴ്സ് ലവിംഗ്ലി അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുക. എന്തിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവരും ചോദിക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, ആരൻ സാർ പഠിപ്പിച്ചെന്ന പോലെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചില്ലേ? അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് നമ്മുടെ വേരിയൻസ്, ഇപ്പോഴും ഞാൻ ഫോർമുല വേണം പറഞ്ഞുതരാം. സിഗ്മ എന്തായിരുന്നു, √1/n സിഗ്മ, അത് മറ്റേതല്ലേ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. FI എന്താണ്, FI XI - X bar the whole square, അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, കോമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കണം. പിന്നെന്താണ് ഇവിടെ വേണ്ടത്, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ മാഗീന്റെ ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താ, ഫ്രം ഡേറ്റ് ടു ഗുപ്ത എഴുതുന്ന ഗുപ്ത സാർ അല്ലേ, ഗുപ്ത എന്തിനാണ് എഴുതുന്നത്, സാറിന്റെ അഡ്രസ് എത്താ. നൈസ് നൈസ് നൈസ്, എനിക്ക് ഇഷ്ടമായി, നൈസ് സ്മൂത്ത് ആയിട്ട് ചോദിച്ചു അല്ലേ. ഇവിടെ ഫ്രം ഡേറ്റ് 2 ഇല്ല, എന്താ ഫ്രം ഡേറ്റ് ഡിയർ വെച്ചൊക്കെ തുടങ്ങാൻ, സബ്ജക്റ്റ് വേണ്ട അല്ലേ. പിന്നെന്താണ്, ഇവിടെ നമ്മുടെ മെയിൻ ബോഡിയിലേക്ക് കിടക്കുന്നു, കൺക്ലൂഷൻ പറയുന്നു. ഇവിടെ നമ്മുടെ ഗുപ്ത പറയുന്നത്, ഞാൻ അവിടെ പോയി വിസിറ്റ് ചെയ്തു, ബ്രദറിനെ പറ്റി അന്വേഷിച്ചു, വലിയ സന്തോഷമായി, ഇവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ബ്രദറിനെ പറ്റിയിട്ട്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താണെങ്കിലും അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ PDF കിട്ടുമ്പോൾ വായിക്കാം. ഇനി നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ വരാം. ഇത് എനിക്ക് അറിയില്ലാത്തൊരു കോണ്ടെക്സ്റ്റ് ആണ്, പക്ഷെ അലക്സ് സാർ നന്നായിട്ട് അറിയാം, പക്ഷെ നിങ്ങൾക്കും നന്നായിട്ട് അറിയുന്നതുകൊണ്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു. ദ ബോയ് ഹൂ റേസ്ഡ് ദ ക്വസ്റ്റ്യൻ ഇൻ ഐ വിൽ ഫ്ലൈ ചാപ്റ്ററിൽ ഒരു കുട്ടി എന്തോ കോൺഫിഡൻസ് ഇല്ലാതെ എന്തോ ചോദിച്ചു അല്ലേ. Discovers a new path in life after his encounter with Dr. APJ Abdul Kalam. He writes a letter to his friend describing the impact of Kalam's word on him and changes that have come to his character. Draft letter for the boy. ഞാനാണ് ആ കുട്ടി എന്ന് വിചാരിക്കുക, ഞാനാണ് ആ കുട്ടി. എന്താണ്, ഞാനാണ് ആ കുട്ടി. സർ ഡോക്ടർ അബ്ദുൽ കലാമിനോട് ചോദിച്ചു, എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ, എങ്ങനെയാണ് എന്തോ ചോദിക്കാന്നോ, എന്തോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്നോ ചോദിച്ചു അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, അബ്ദുൽ കലാം ഉണ്ടാക്കിയ ഇമ്പാക്ട് ലൈഫ് മാറ്റി, അതിനെ പറ്റിയിട്ട് ഞാൻ എന്താ, എൻ്റെ ഫ്രണ്ട് ആരാ, ഞാൻ അലക്സ് സാറിന് ഒരു ലെറ്റർ എഴുതുന്ന പോലെ അല്ലേ. റെഡി. അപ്പൊ ലെറ്റർ എഴുതാണ് ഇങ്ങനെ ഇൻഫോർമൽ ആയിരിക്കും. അപ്പൊ എന്താ ആൻസർ പോരട്ടെ, കമോൺ. ഇതാണോ, A23 45 ലെയിൻ പഞ്ചാബ്, എന്താ 10th October 2021. ഫ്രം ഡേറ്റ്, പിന്നെ ഡിയർ അപ്പുക്കുട്ടനാണ് എഴുതുന്നത്, ആര്, അമ്മുക്കുട്ടിയാണ് എഴുതുന്നത്. ഓക്കെ, താഴെ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ അത് മാറ്റിയിട്ടുണ്ട്. റെഡി അല്ലേ, കമോൺ. 11K ലൈക്സ്. യെസ്, അടിപൊളി. യെസ്. അപ്പോൾ എന്താണ് ചോദിക്കുന്നത് തന്നെ, എന്താണ്, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ. ഓക്കെ, എങ്ങനെയുണ്ട് മോനെ, സുഖല്ലേന്ന്. പിന്നെന്താണ്, ഹൗസ് എവ്രി വൺ അറ്റ് ഹോം, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പേരൻസ്, ഒരു ഇൻഫോർമൽ ആയിട്ട് തുടങ്ങും. പിന്നെന്താ, I am writing this letter to tell you an interesting experience. Last week, the great personality Dr. APJ Abdul Kalam visited our school. ഞാൻ എന്തൊക്കെയോ ചോദിച്ചു, അയാൾ അടിപൊളി റിപ്ലൈ പറഞ്ഞു, അതോടെ എൻ്റെ ലൈഫ് മാറി, എനിക്കും അങ്ങനെ ഹെൽപ്ഫുൾ ആണ്, നീയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആവുക, ബുക്ക് വായിക്കാനൊക്കെ പറഞ്ഞിട്ട് എൻഡ് ചെയ്യുക, നിങ്ങൾ സമയമുള്ളപ്പോൾ വായിക്കുക. ഓക്കെ, റെഡി. അതൊക്കെ പറഞ്ഞിട്ട് എന്താ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ടു ഇന്ററാക്ട് വിത്ത് സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഹൂസ് വെരി ഹംബിൾ. ഹോപ്പ് യു എൻജോയ്ഡ്
enjoyed my story. അയ്യേ ഫ്രണ്ടിനോട് കുറെ ബോറ് കഥയൊക്കെ പറഞ്ഞിട്ട് എല്ലാം സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? എല്ലാം ഇഷ്ടമായില്ലേ? നിങ്ങൾ ഈ വാട്സാപ്പിലൊക്കെ വലിയ മെസ്സേജ് ഫ്രണ്ട്സിന് അയച്ചാൽ അവർ പറയും എടാ എന്നെ കൊണ്ട് വായിക്കാൻ വയ്യ, അതൊക്കെ കഴിഞ്ഞ് നമ്മളയക്കും. ഇതൊക്കെ വായിച്ചതിന് സന്തോഷമായില്ലേ? ഓക്കെ, ഹോപ്പ് യു ഹാവ് ഹാഡ് ഫൺ. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ സൂൺ. വേഗം റിപ്ലൈ ആണ്. യോർസ് ട്രൂലി അമ്മുക്കുട്ടി. അപ്പൊ അപ്പുക്കുട്ടന് ആരാണ് അയച്ചു കൊടുക്കുന്നത്? അമ്മുക്കുട്ടി അയച്ചു കൊടുക്കുകയാണ് ഇത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ അപ്പുക്കുട്ടനും അമ്മുക്കുട്ടിയും APJ അബ്ദുൽ കലാമിന്റെ ഇമ്പാക്ട് ഒക്കെ പഠിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു? ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ടിക്ക് ഇടുന്നൊക്കെ കഴിഞ്ഞു. ഇൻഫോർമൽ, ഫോർമൽ, ഇന്റർവ്യൂ, CV, essay ഒന്നുമില്ല. essay ഒക്കെ സിമ്പിൾ ആണ് അല്ലേ? ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറയുന്നു. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നു. യെസ്, പവർ വരട്ടെ. സയൻസുകാരുടെ പവറും ഹ്യൂമാനിറ്റീസിനെയും കൊമേഴ്സിനെയും ആർട്സുകാരും എല്ലാവരും പവർ വരട്ടെ. കമോൺ. എനിക്ക് ലെറ്റർ അയച്ചത്. എനിക്ക് ലെറ്റർ അയക്കണമെങ്കിൽ എക്സാമിനറിന്റെ അഡ്രസ്സിലേക്ക് അയച്ചോ കേട്ടോ. എക്സാമിനർ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ട്, ലേണിംഗ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ചേവായൂർ, CHEAVI, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ അഡ്രസ് തന്നെ കൊടുത്താൽ മതി. ബോബി ബുക്സ് ബിൽഡിംഗ്, ചേവായൂർ. ലെറ്റർ എഴുതിക്കോ, എനിക്ക് കിട്ടിക്കോളൂ. ഓക്കെ, അപ്പൊ അതിൽ ഫോർമാറ്റ് ഒന്നും നോക്കണ്ട കേട്ടോ. അഡ്രസ്സ് കറക്റ്റ് ആയിക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ റെഡി, അത് കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് അടുത്തതുള്ളത് ഫോർമൽ ലെറ്ററും കഴിഞ്ഞു.